ഹംന, നിനക്ക് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസാണോ അതോ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാനാണോ ഇഷ്ടം? ഹസ്നക്കോ ജ്യൂസാണോ? ജ്യൂസാണ് ഇഷ്ടം. നമുക്കൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ജ്യൂസ് കുടിക്കാനാണ്. നമുക്കറിയാം നോമ്പ് കാലം എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യകരമായ നല്ല ഗുണങ്ങളുള്ള ഒരു കാലമാണെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തണം. ഇവരൊക്കെ പറഞ്ഞ പോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കും ജ്യൂസ് കുടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ ജ്യൂസ് കൂടുതലായിട്ട് കുടിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുറേ പാലും ആഡ് ചെയ്യും, അതുപോലെ തന്നെ കുറേ പഞ്ചസാരയും ആഡ് ചെയ്യും, ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്യും. അതൊരു പ്രശ്നമാണ്. ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു റിഫൈൻഡ് ഷുഗറാണ്. അപ്പോൾ അത് രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് കൂട്ടും. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ അകത്ത് നാരുകളുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നാരുകളുണ്ട്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അരിക്കുന്ന സമയത്ത് ഈ നാരുകളൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ഒഴിവാക്കും ചെയ്യും, ആവശ്യമില്ലാത്ത പഞ്ചസാരയൊക്കെ നമ്മൾ ആഡ് ചെയ്യും ചെയ്യും. ഇതാണ് മെയിൻ കുഴപ്പം. മനസ്സിലായോ? ഇത് മാത്രമല്ല, ഈ നാരുകൾ നമ്മുടെ ദഹന വ്യവസ്ഥക്കൊക്കെ വളരെ നല്ലതാണ്. ബാത്റൂമിലൊക്കെ കറക്റ്റായിട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസുകളാണെങ്കിലോ, ഇത് ഒരു 600 ml ഒരു മാംഗോ ജ്യൂസാണ്. ഇതിൻ്റെ അകത്ത് 10% മാത്രമേ ഉള്ളൂ മാങ്ങ അടങ്ങിയിട്ടുള്ളൂ. എബൌട്ട് ഇത്ര ഭാഗം മാത്രമേ മാങ്ങ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ ഇത്രത്തോളം ഇതിൻ്റെ അകത്ത് പഞ്ചസാരയാണുള്ളത്. കണ്ടോ? ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കരുത്. അതുമാത്രമല്ല, നോമ്പ് തുറക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇന്ന് നമുക്കൊരു മാറ്റത്തിന് തയ്യാറാവാം. മെഡ്സോണിനോടൊപ്പം ചേർന്ന് ഇന്ന് മുതൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ജ്യൂസ് കുടിക്കില്ല, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ, അതിനോടൊപ്പം വെള്ളം കുടിച്ച് ദാഹം തീർക്കും.